യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്ന് ആന്റി പറയുന്ന ഓരോ വാക്കും നമുക്ക് പ്രധാനമാണ്. ആ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ കോടതിയിൽ നമുക്ക് അത് വെച്ചിട്ട് ജാമ്യത്തിന് അപേക്ഷിക്കാം. പക്ഷേ അത് വേണമെങ്കിൽ അരുണിമാന്റി പോലീസുമായിട്ട് സഹകരിക്കണം. അതിന് ഞങ്ങൾ എന്ത് വേണം? നമ്മളായിട്ടൊന്നും ചോദിക്കാതെയും പറയാതിരുന്നാൽ മാത്രം മതി. അരുണിമാന്റിയെ പോലീസുകാരുടെ കൂടെ കാണുമ്പോൾ അച്ചമ്മയ്ക്ക് സങ്കടമാവും. അച്ചമ്മ സംസാരിക്കാനും കരയാനും ഒക്കെ തുടങ്ങും. അത് ചിലപ്പോൾ അരുണിമാന്റിയുടെ മനോനിലയെ ബാധിക്കും. അതുകൊണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കരുത്. മനസ്സിലായി. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കുന്ന എന്റെ മോളോട് ഞാൻ മിണ്ടരുതെന്ന് അല്ലേ? അരുണിമാന്റിയെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനാണ് നമുക്ക് ഇന്നത്തെ തെളിവെടുപ്പ് വേണ്ടത്. അത് ഭംഗിയായിട്ട് നടക്കാനായിട്ടാ ഞാനൊന്നും സംസാരിക്കരുതെന്ന് പറയുന്നു. മനസ്സിലായടാ, എല്ലാം എനിക്ക് മനസ്സിലായി. ഞാനും മധു അവളെ കണ്ട് സംസാരിച്ചാൽ അവൾ ഒരു പക്ഷെ സത്യം പറഞ്ഞു പോവും. സത്യം പറഞ്ഞാൽ നിന്റെ ഭാര്യ ആയിരിക്കും അകത്തു പോവുക. അതൊഴിവാക്കാൻ ഞാൻ എന്റെ മോളോട് മിണ്ടാതിരിക്കണം. അതല്ലേ നീ പറഞ്ഞു വരുന്നത്? അച്ഛമ്മേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും. എനിക്ക് മനസ്സിലായിടത്തോളം മതി. ഇന്നത്തെ തെളിവെടുപ്പോടെ നിനക്ക് രക്ഷിക്കാനുള്ളവരെ മുഴുവൻ രക്ഷിച്ചെടുക്കണം. അതല്ലേ നിന്റെ ലക്ഷ്യം? അർജുൻ, നീ ഇത്രയും സ്വാർത്ഥനാവരുത് മോനെ. ആന്റി, ഞാൻ ഉദ്ദേശിക്കുന്നത്... നീ ഒന്നും ഉദ്ദേശിക്കണ്ട. നിന്റെ മനസ്സിലിരിപ്പ് എന്തായാലും നടക്കില്ല. എന്നാലേ രണ്ടുപേരും തോന്നി പോലെ ചെയ്യും. 14 വർഷം ആന്റി അകത്ത് കിടന്ന് നരയിക്കട്ടെ. മനുഷ്യരായ പറഞ്ഞാലെങ്കിലും മനസ്സിലാകും. അതെങ്ങനെയാ? കുരുട്ടും കുന്നായ്മയാ രണ്ടിന്റെ ഉള്ളിൽ. നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എടാ അർജുൻ,